ഞാനിങ്ങനെ ഈ അടുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അതായത് ഇപ്പോൾ സഞ്ജു സാംസൺ അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. ജേഴ്സി റോഡിൽ എന്താ വെച്ചാൽ അങ്ങനെ ഒരു താരജാട, ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഇത്ര ആൾക്കാർക്ക് ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരു ജാട പോലും ഇല്ലാതെ എങ്ങനെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നത്? നമ്മൾ ഭയങ്കര മ്യൂച്വലി റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ കൂടുതലൊന്നും ആലോചിക്കാറില്ല. നമ്മൾ സാധാരണ ആൾക്കാരെ പോലെയൊക്കെ തന്നെ ബിഹേവ് ചെയ്യുമെന്നുള്ളത് തന്നെയാണല്ലോ. അതിൽ ഇങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ എന്നുള്ള റൂളൊന്നുമില്ലല്ലോ. ഒരാളുടെ കളി കാണാൻ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മളെല്ലാവരും കളി കാണാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാകുമ്പോൾ നമ്മൾ അതിനുവേണ്ടി മരിച്ചു നിൽക്കുമല്ലോ. അടിക്കും മോനെ എങ്ങനെയെങ്കിലും കപ്പെടുക്ക് ജയിപ്പിക്കും നമ്മളെ എന്ന് പറഞ്ഞിട്ട് ആൾ പോയി കളിക്കുന്നു, സിക്സ് അടിക്കുന്നു, കപ്പടിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അത് ഇറ്റ്സ് ദെയർ. അത് തിരിച്ചുമുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ സിനിമകൾ കാണുമ്പോഴും അതിന് എപ്പോഴും ഉണ്ട്, എപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. അത് ഇതുപോലുള്ള ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഉണ്ട്, എല്ലാ തലത്തിലുള്ള ആൾക്കാർ. ഇത് നമ്മൾ രണ്ടുപേരും ഇങ്ങനത്തെ പ്രൊഫൈലുകളിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇത്രയും അറിയുന്നത് എല്ലാവരും. അല്ലാതെ നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരുണ്ട്, നമ്മളുടെ സക്സസ് ഒക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ സക്സസ്സിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയയിൽ വരില്ല എന്നുള്ളൂ. സഞ്ജുവിനുണ്ട് അതുപോലത്തെ വേറെ സുഹൃത്തുക്കൾ, പണ്ട് മുതലേ ഉള്ള വേറെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരും അറിയപ്പെടുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. എല്ലാവരെയും പോലെയുള്ള ലൈക്ക് ട്രൂ ഫ്രണ്ട്ഷിപ്പ്, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് അതിനെ കാണുന്നത്.